സംഘർഷം അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. എന്നാൽ മണിപ്പൂരിലെ കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇറങ്ബാമിൽ കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയുണ്ടാക്കിയിരിക്കുകയാണ്. അസം അതിർത്തിയിലെ നദിയിൽ നിന്ന് തല അറുത്ത നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇത് മണിപ്പൂരിൽ നിന്നു കാണാതായ മുത്തശ്ശിയുടെയും ചെറുമകന്റേതുമാണെന്നാണ് നിഗമനം. ജിരിബാമിൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗത്തിൽ സാഹചര്യം അവലോകനം ചെയ്യും. സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. ഇറങ്ബാമിലെ കർഷകരെ ആയുധധാരികളായ ആക്രമികൾ ആക്രമിച്ചതിന് പിന്നാലെ സുരക്ഷാസേന എത്തി അക്രമികളെ തുരത്തി. കുംകി സായുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജിരിബാമിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. കലാപത്തെ തുടർന്ന് 5 ആരാധനാലയങ്ങളും പെട്രോൾ പമ്പുകളും 14 വീടുകളും തീവെച്ചു നശിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ ഒരു യുവാവ് മരിക്കുകയും 25 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 13 MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാരിന് സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന രൂക്ഷ വിമർശനവുമായി NPP രംഗത്തു വന്നിട്ടുണ്ട്.